സാറേ ഇത് എന്തൊക്കെയാ സാറേ? സാറേ എങ്ങോട്ട് വേണേലും പോവാം. സാറേ പിടിപെട് സാറേ. സാർ അവിടെ ചെന്നപ്പോ സാറേ ഔട്ട് സിറ്റി കൊണ്ടിരുന്ന പെൺകുട്ടികളെല്ലാം സാറൊക്കെ പഴയ സാറല്ല, പുതിയ സാറുമാരുടെ സാറാണെന്ന് പറഞ്ഞു സാറേ. നിർത്തണ നിന്റെ ഈ സാറ് വിളി. നീ ഏതർത്ഥത്തിലാ ഈ സാറേ എന്ന് വിളിക്കുന്നത് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അങ്ങനെ കൊടൂര വില്ലനായിട്ടുള്ള ആശാന്റെ അടുത്ത് നിന്ന് വെറും 5 ആൾക്കാരെ കൊന്ന് സനയെ രക്ഷിക്കും. കൂടെ ഒരു കുട്ടിയും. സനക്ക് മുന്നേ ഒരു ആക്സിഡന്റ് നടന്നിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഇവർ രണ്ടുപേരും പിരിഞ്ഞത്. പിന്നെ സന ദേവിനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴേക്കും ദേവിനൊരു കുട്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ സന മനഃപൂർവ്വം പിന്മാറിയാണ്. ഔട്ടായി പോയ ഓരോ ക്രിഞ്ച് ക്ലീശ കോമഡികൾ വർക്കാക്കാൻ വേണ്ടി ബാബുരാജ് എന്തൊക്കെയോ അഭിപ്രായങ്ങൾ കാണിക്കും. എന്തിനാണെന്ന് ആർക്കറിയാം. അങ്ങനെ ആശാനെ വീണ്ടും ഒരാന്ന് പിടിക്കും. അല്ലെങ്കിൽ ആശാൻ അത്ര പൊട്ടനല്ലല്ലോ ഇവർക്ക് എളുപ്പത്തിൽ ഊരി പോകാനായിട്ട്. പിന്നെ ഇപ്പം കാണിച്ചിരുന്ന ഒരു ഗണ്ണ് യൂസ് ചെയ്യുന്ന ബേസിക് ട്യൂട്ടോറിയലാണ്. അതെ, വളരെ സിമ്പിളാണ്. അതുപോലെ ഇത് സ്റ്റീഫൻ നെടുമ്പള്ളി ഇൻ 144 PR -144 ആണ്. അതേപോലെ തന്നെ ഇങ്ങനെ അടികൊള്ളാനായിട്ട് ശരിക്കും പട്ടാളത്തിൽ തന്നെ ആയിരുന്നോ എനിക്ക് നല്ല സംശയമുണ്ട്. താൻ എങ്ങനെയാണോ പോലീസ് ടെസ്റ്റ് പാസ്സായത്? സത്യം പറഞ്ഞാൽ കോപ്പി അടിച്ചിട്ടാണ് സാർ.